അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഈ ലോകത്ത് ജന്മം കൊടുക്കാൻ തിരഞ്ഞെടുക്കുന്ന മാസവും ഈ ലോകത്ത് നിന്ന് വിളിക്കപ്പെടുന്ന മാസവും വളരെ പവിത്രമായിരിക്കണമെന്നത് അവരുടെ ജീവിതത്തിന്റെ ദൈനംദിന ജീവിതങ്ങളിൽ അവരുടെ മഹത്വത്തെ വിലയിരുത്തുന്നതാണ്. നമ്മളൊക്കെ റബീഉൽ അവ്വൽ 12 നബി തങ്ങളുടെ ജന്മദിനം ലോകം മൊത്തം ആഘോഷിച്ചത് അതുകൊണ്ടാണ്. ഈ റബീഉൽ ആഖിർ നമുക്കറിയാം, സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർ, മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലെയുള്ള ഈ 21ാം നൂറ്റാണ്ടിലും എങ്ങനെ സൂഫിയായി ജീവിക്കാമെന്ന് ലോകത്തോട് ജീവിച്ചു കാണിച്ചു കൊടുത്ത മഹാപണ്ഡിതനായിരുന്നു മഹാനായ അത്തിപ്പറ്റ ഉസ്താദ്. മഹാന്റെ ആണ്ടനുസ്മരണം അത്തിപ്പറ്റയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദയും അതുപോലെ കണ്ണിയത്ത് ഉസ്താദിനെ പോലെയുള്ള മഹാന്മാരെ ലോകം അനുസ്മരിച്ചത്. ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും 40 വർഷത്തോളം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ജനറൽ പദവി അലങ്കരിച്ച മഹാപണ്ഡിതനായിരുന്നു. മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ ഓർത്തെടുക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ ഒരു വിഭാഗം കേസും കൂട്ടുമായി കോടതി കയറിയ വളരെ ദയനീയമായ സംഭവം ഉണ്ടായി 1980-കളിൽ. അന്ന് നമുക്കൊക്കെ അറിയാവുന്ന ചരിത്രമാണ്. ഒരു കോടതിയിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ കൂടെ വക്കീൽ വേണം. മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദയുടെ ആ കൂർമ്മ വിനാശിത ബുദ്ധിയും തന്റെ സമ്പൽ സമൃദ്ധമായ ജ്ഞാനശോഭയും കൊണ്ട് മഹാനായ ശംസുൽ ഉലമ ഒരു വക്കീലിനെ വെച്ചില്ല. ഇന്നും ശംസുൽ ഉലമയുടെ കൈത്തിലൊക്കെ താങ്കളുടെ വക്കീൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ താൻ വക്കീൽ തന്നെയാണെന്ന് മറുപടി പറഞ്ഞു. ശംസുൽ ഉലമയുടെ കൈത്ത് മാലയിലൊക്കെ നമുക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും. കോടതി കയറിയ ശംസുൽ ഉലമയോട് താങ്കളുടെ വക്കീലാണ് വാദിക്കേണ്ടത്, താങ്കൾ മാറി നിന്ന് വക്കീൽ വാദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ കൂർമ്മ ബുദ്ധിയും കുശാഗ്ര ചിന്താശേഷിയുമുള്ള മഹാനായ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ ആ ജഡ്ജിയുടെ മുഖത്തോട് മുഖം നോക്കി പറഞ്ഞ പ്രസക്തമായ മറുപടിയും, ഞാൻ വന്നിരിക്കുന്നത് പരിശുദ്ധമായ ദീനിന്റെ വക്താവുമായിട്ടാണ്. എനിക്ക് എന്റെ കാര്യം പറയാൻ ഞാൻ മതി, എനിക്കൊരു വക്കീലിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് വിചാരണ ആരംഭിക്കട്ടെ എന്ന് പറഞ്ഞ് കോടതി വരാന്തകളെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു പോയ മഹാനായ ശംസുൽ ഉലമ. അതിപ്പോ ഈ കാലഘട്ടത്തിലാണ് നമ്മുടെ ഒരു പക്ഷേ ഈ കഴിഞ്ഞ ഒരു 90 സെഞ്ചുറിയിൽ ജീവിച്ചു പോയ ആളുകളൊക്കെ മഹാനായ ശംസുൽ ഉലമയെ ദർശിച്ചവരാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കടപ്പുറം, കോഴിക്കോട് കടപ്പുറവും അതുപോലെ കേരളത്തിൽ ഒരു തീരത്ത് പ്രസംഗം വെച്ചാൽ ശംസുൽ ഉലമയുടെ ആ മഹാ മുത്തുകളെ വാരിയെടുക്കാൻ ജനസമുദ്രമായി അവിടെ സഹകരിച്ചിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു അവിടെയുള്ള മരണം. കേരളം കണ്ട മഹാമരണങ്ങൾ പലപ്പോഴും രേഖപ്പെടുത്തിയത് 3 പേരുടെ മരണങ്ങളാണ്. ഈ 1900-കളിൽ കേരളം കണ്ട മഹാമരണമാണ്. അതിലൊന്ന് കണ്ണിയത്ത് ഉസ്താദിന്റെ മരണമാണ്, മറ്റൊന്ന് ശംസുൽ ഉലമയുടെ മരണമാണ്, മറ്റൊന്ന് ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോൾ ഉണ്ടായ ആ സഹസ്രാബ്ദങ്ങളായിരുന്നുവെന്ന് ചരിത്രം പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബീഉൽ ആഖിർ നമ്മോട് വിളിച്ചു പറയുന്നതും അവരെ ഓർക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയ അവരുടെ പാതയിലാണ് നമ്മൾ എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ്. കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലാത്ത പച്ച മനുഷ്യൻ, ആ ജീവിതം തന്നെ എല്ലാവർക്കും മാതൃകയായി. പലപ്പോഴും മുശാവറയോഗം കഴിഞ്ഞു വരും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആ പദവിയിൽ വിരാജിക്കുമ്പോഴും പലപ്പോഴും മുശാവറയോഗമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും രാത്രി സമയമാണ്. രാത്രി സമയം
കിതാബ് ഓതിക്കൊടുക്കുന്ന ദർസ് വിദ്യാർത്ഥികൾ ഉറങ്ങിയിട്ടുണ്ടാകും. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടാകും. പള്ളി മുഅദ്ദിൻ പറയും, ഉസ്താദേ ഭക്ഷണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, താങ്കൾ കഴിച്ച ശേഷം മാത്രമേ ഉറങ്ങാൻ പാടുള്ളൂ. മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ വാഴക്കാട് ഇന്നും നമുക്ക് ചെന്നാൽ മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ തന്നോട് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ, ഈ ഭക്ഷണം എനിക്ക് ഹലാലാവുമോ തമ്പുരാനെ? കാരണം എനിക്ക് ഈ മഹല്ലിലെ വീട്ടുകാർ എനിക്ക് ഭക്ഷണം കൊണ്ടുവരുന്നത് ഈ കുട്ടികൾക്ക് ദർസ് ഓതി കൊടുത്തതിന് പാരിതോഷികമായിട്ടാണ്. അവർക്ക് സേവനം ചെയ്യുമ്പോഴാണ് ആ ഭക്ഷണം എനിക്ക് ഹലാലാവുകയുള്ളൂ. അതുകൊണ്ട് ആ രാത്രി പാതിരാ സമയത്ത് പോലും മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി സബത്തെടുത്ത് ദർസ് ഓതിക്കൊടുത്ത ശേഷം മാത്രമേ ആ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ എന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ പറയുന്നത് എന്തിനാണ്? ഇതൊക്കെ നമുക്ക് വലിയ മാതൃകകളാണ്. വലിയ സൂക്ഷ്മാലുക്കൾ ജീവിച്ചു പോയിരുന്നു. അവരൊന്നും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പല്ല, ഈ തൊട്ടടുത്ത 10-30 വർഷങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ 60-70 വർഷങ്ങൾക്കിടയിൽ ലോകത്തെ മുഴുവൻ നന്മയുടെ സുരിതങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവർ കടന്നുപോയത്. മഹാനായ അത്തിപ്പറ്റ ഉസ്താദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ രോഗാവസ്ഥ, ഉസ്താദിന്റെ വായയിൽ ക്യാൻസറും എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. ക്യാൻസറും ഉസ്താദിന്റെ ഫോട്ടോ, അത്തിപ്പറ്റ ഉസ്താദിന്റെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് താടി ഉസ്താദിനെ കാണാൻ സാധിക്കാറില്ല. അങ്ങനെ ക്യാൻസറും ഉസ്താദ് അവിടെ രോഗവുമായി ആശുപത്രിക്കിടയിൽ കിടക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ ഉസ്താദിന്റെ ആ ഭാഗത്ത് എന്തോ സർജറി ചെയ്യണമെന്ന് ഡോക്ടർമാർ വിധി പറയുകയാണ്. ആ സമയത്ത് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് അന്നേ വരെ പുഞ്ചിരിലാളനയോടെ മുഖപ്രസന്നതയോടെ ഇരുന്ന മഹാനായ അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഈ 90 സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന മഹാപണ്ഡിത ഫിലോസഫി അത്തിപ്പറ്റ ഉസ്താദ് ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയുകയാണ്. അപ്പോ ഡോക്ടർമാർ ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അത് വലിയ വേദനയൊന്നും ഉണ്ടാവുകയില്ല. സർജറി ചെയ്യുമ്പോൾ ഞങ്ങൾ ധരിപ്പിക്കും, അതിൻ്റെതായ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് മാത്രമേ ഞങ്ങൾ ഓപ്പറേഷന് സന്നദ്ധരാവൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ആ സമയത്ത് പറഞ്ഞു കൊടുത്ത മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ അവരോട് പറഞ്ഞു, എനിക്ക് വേദന വരുമെന്നതിന്റെ പേരിലല്ല കരയുന്നത്, മറിച്ച് ഒരു പക്ഷേ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നബി തങ്ങളുടെ തിരുസുന്നത്തായ താടി ഒരു പക്ഷെ ഞാൻ ഈ ഒരു അവസ്ഥയിലായിരിക്കും ഈ ലോകത്ത് നിന്ന് വിട പറയുക. ഈ വിട പറയുന്ന സന്ദർഭത്തിൽ എന്റെ ലോക നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശിആറായ താടി എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് മുന്നിൽ ആ ഭാഗമില്ലാതെ കിടക്കുന്നത് കാണുമ്പോൾ ആ അവസ്ഥയെ ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഡോക്ടർമാരോട് പറയുകയാണ്. ഇതിലൊക്കെ വലിയ ചിന്തിക്കാനുണ്ട്. ഒരു സുന്നത്തിനെ പോലും എങ്ങനെയാണ് ഇവർ മുറുകെ പിടിച്ചത്? അതുകൊണ്ട് തന്നെയാണ് ഇവർ ആലിഫ്യങ്ങളായത്. നമ്മളൊക്കെ ഒരു നിസ്സാര കാര്യങ്ങൾ വരുമ്പോൾ സുന്നത്തിനെ തള്ളി പറയുകയും അതിനെ നിരാകരിക്കുകയും അതിന്റെ വഴിയിൽ ചിന്തിക്കുന്നവരെ വിദഗ്ധകളാകുകയും ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് മുന്നിലാണ് അത്തിപ്പറ്റ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ഈ 1980കളിലും ഇതിന്റെ അവസാനങ്ങളിലും 2000കളുടെ ആദ്യ 10കളിലും എങ്ങനെ ഒരു പച്ച സൂഫിയായി ലോകത്ത് ജീവിക്കാമെന്ന് ലോകത്തിന് ജീവിച്ച് കാണിച്ചു കൊടുത്ത് ഈ ലോകത്ത് നിന്ന് ഒരു വെള്ളരിപ്രാവിന്റെ സുഗന്ധം പോലെ ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വെള്ളത്തനിമയെ ഇതാ ഞാൻ നിങ്ങൾക്ക് പകർന്നു നൽകിയിരിക്കുന്നു, ഇത് നിങ്ങൾ പാഠമുദ്രയാക്കുക എന്ന് പറഞ്ഞ് ആ സ്വർഗത്തിലേക്ക് മാറിയവന്ന് പോയ മഹാനായ അത്തിപ്പറ്റ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ മഹാമനീഷി ലോകത്തോട് വിട പറഞ്ഞു പോയ മാസമാണ് റബീഉൽ ആഖിർ. ഞാൻ പറഞ്ഞു വന്നത് ഇവരെ ഒക്കെ ഓർക്കപ്പെടുന്നത് എന്തിനാണ്? അവരുടെ ജീവിതം കൂടി നമ്മൾ അനുധാവനം ചെയ്യുവാനാണ്. സുന്നത്തുകൾ. അതുപോലെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോട് ഒരിക്കൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് നവ്വറല്ലാഹു മർഖദ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്നാണ് എല്ലാവരും ഇടയിലും പ്രശസ്തിയും പ്രസിദ്ധിയും ഉള്ളത്. അപ്പൊ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് കുട്ടി മുസ്ലിയാരോട് ഒരിക്കൽ മഹാനായ ചെറുശ്ശേരി ഉസ്താദ്, ഇതൊക്കെ ചെറുശ്ശേരി ഉസ്താദ് അവിടെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളോട് പറഞ്ഞതായി അവർ നമ്മോട് പറഞ്ഞ വളരെ സത്യസന്ധമായ കാര്യമാണ്. അതുകൊണ്ട് ഇത് നമുക്ക് പറയാനുള്ള ധീരമായ അവകാശവും ധാർമ്മിക ബോധവും. ഇതൊന്നും കെട്ടുകഥകളല്ല, ചരിത്രങ്ങളും ഇതൊക്കെ ഇന്നലകളിൽ ജീവിച്ച മഹാമനീഷികളാണ്. ഇതൊന്നും ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇവർക്ക് ഇന്നലകളിൽ പകൽ വെളിച്ചം പോലെ പകലിനെ നോക്കി പകലാണ് എന്ന് പറയാൻ സാധിക്കുന്നത് പോലെ ഇന്നലെ ജീവിച്ചു പോയ മഹാന്മാരാണ്. അങ്ങനെ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ദാറുൽ ഹുദയിൽ അവിടുത്തെ വിദ്യാർത്ഥികളോട് പറഞ്ഞു കൊടുത്ത സംഭവമാണ്. ഉസ്താദിനോട് കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിച്ചുവത്രേ, അല്ലയോ കണ്ണിയത്ത് ഉസ്താദ്, നിങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ സംഭവിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നത് എന്ന് മഹാനായ കണ്ണിയത്ത് ഉസ്താദിനോട് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ചോദിച്ചപ്പോൾ ആ സമയത്ത് മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അവരോട് പറഞ്ഞു അത്രേ, നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ നമ്മളൊക്കെ നന്മയും തിന്മയും ബാലൻസ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. മീസാനിൽ നന്മയും വെച്ചു തിന്മയും വെച്ചു, രണ്ടും സമാസമാണ്, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ, അല്ലയോ മലായികത്തുകളെ, ഈ മനുഷ്യന്റെ തുലാസിത സമമാണ്. വല്ല നന്മയോ എന്തെങ്കിലും കൂട്ടി വെക്കാനുണ്ടോ? ഈ സന്ദർഭം ഞാൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു കറാഹത്ത് ചെയ്യുമ്പോൾ, എന്റെ ഒരു കറാഹത്ത് വരുമോ എന്ന് ഭയപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ സന്ദർഭം ആലോചിച്ചു പോകും. അതുകൊണ്ട് എനിക്ക് അവിടെ കറാഹത്ത് ചെയ്യാൻ എന്റെ ശരീരത്തെ ഞാൻ സന്നദ്ധനാക്കുകയില്ല എന്ന് മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ചെറുശ്ശേരി ഉസ്താദിനോട് മറുപടി പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതം നമ്മളൊക്കെ പലപ്പോഴും സഹാബികളെയും അതുപോലെ ഖുലഫാഉ റാഷിദീങ്ങളെയും പറയുന്ന ഒരു മറുവാചകമാണ്. അവരൊക്കെ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരല്ലേ, നമ്മൾ 21-ാം നൂറ്റാണ്ട്. കാലം മാറിയല്ലേ? എന്നാൽ ഇതാ ഈ കാലം മാറിയ കാലഘട്ടത്തോട് കാലമേ നിങ്ങൾ എങ്ങനെ സഞ്ചരിക്കാമെന്ന് കാലത്തിന്റെ മുഖത്തോട് നോക്കി പറഞ്ഞു പോയ മഹാമനീഷികൾ മഹാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും അതുപോലെ അത്തിപ്പറ്റ ഉസ്താദും, ഇങ്ങനെ നിരവധി ആളുകൾ. ഞാൻ വർഗത്തിന് വേണ്ടി ഈ മഹാന്മാരായ 3 പേരുടെ ചരിത്രങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അതിലപ്പുറം നമ്മൾ ഓർക്കപ്പെടുന്ന മഹാനായ അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മൾ ഇന്നലെ ആ മഹാന്റെ പേരിൽ ഇവിടെ മൗലിദിന്റെ സമാപനമൊക്കെ നടത്തി. അൽഹംദുലില്ലാഹ് നമ്മുടെ മഹലിൽ നിന്ന് ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെ അതിൽ പങ്കെടുത്തിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കെടുത്തവർക്കും അതുപോലെ ആ അന്നദാനത്തിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ, സഹോദരന്മാരും സഹോദരിമാരും, അങ്ങനെ എണ്ണമറ്റ ഒരുപാട് ആളുകൾ അതിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആ സംഭാവനയുടെ ബർക്കത്തിനെ നീ അവരുടെ അതിന്റെ മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളിലേക്ക് എത്തിക്കണേ തമ്പുരാനെ. ജഗന്നിയന്താവായ അല്ലാഹ്, അവർ എന്തിനു വേണ്ടിയാണ് സദഖ ചെയ്തത്? ആ സദഖകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ തമ്പുരാനെ. നമ്മൾ ഇന്നലെ അതിന്റെ പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ തന്നെ സമാപിച്ചു. മഹാനായ മുഹീദ്ദീൻ ശൈഖിനെ പറയുമ്പോൾ ലോകത്ത് തിരഞ്ഞെടുത്ത ഔലിയാക്കന്മാരുടെ നേതാവാണ്. നമ്മൾ ഇന്നലെ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ മഹാൻ ലോകത്ത് 2 വിധത്തിലാണ് ഔലിയാക്കൾ ലോകത്ത് സംജാതമാകാറുള്ളത്. ഒന്ന് ജന്മന അല്ലാഹുവിന്റെ വലിയായി ജീവിച്ചവർ, മറ്റൊന്ന് സമൂഹത്തിൽ ആർജിച്ച് നേടി ജീവിച്ചവർ.
ജന്മന അല്ലാഹു ഔലിയാക്കളുടെ വിലായത്ത് നൽകിയവരാണ് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് ഖുത്ബുൽ അഖ്താബ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവരുടെ പേരിലാണ് ഇവിടെ ഖാദി മുഹമ്മദി എന്ന് പറയുന്ന കോഴിക്കോട്ടെ ഏറ്റവും വലിയ അന്നത്തെ പ്രസിദ്ധ പണ്ഡിതനും അവിടുത്തെ ഏറ്റവും വലിയ കൂർമ്മ കുശാഗ്ര ബുദ്ധിയുമുള്ള മഹാനായ ഖാദി മുഹമ്മദി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മുഹിയുദ്ദീൻ ബൈത്ത് രചിക്കുന്നത്. നമ്മളൊക്കെ വീടുകളിൽ നിന്ന് ആലപിക്കാറുള്ള ആ മുഹിയുദ്ദീൻ ബൈത്ത് മലയാളത്തിലെ ആദ്യ പ്രസിദ്ധ മലയാള കാവ്യമാണ്. അതിനു മുമ്പ് ആരും മലയാള കാവ്യം രചിച്ചിട്ടില്ല. അങ്ങനെയൊരു സാഹിത്യ കൃതിയാണ് മുഹിയുദ്ദീൻ ബൈത്ത് എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആലപിച്ചു അൽഹംദുലില്ലാഹ്. അതിലിങ്ങനെ വളരെ അത് മലയാള ഭാഷയാണ്, എന്നാൽ തമിഴുണ്ട്, അതിൽ ഉറുദുണ്ട്, ഫാരിസിയുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത ഭാഷകൾ സംഗമിച്ച ബൈത്താണ് മുഹിയുദ്ദീൻ ബൈത്ത്. അത് പാടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ മനോഹരമായ ബൈത്താണ്. അത് വളരെ ആധികാരികമാണ്. അതൊന്നും ഒരിക്കലും തള്ളപ്പെടാൻ സാധിക്കില്ല. ബഹ്ജ എന്ന് പറയുന്ന കിതാബുണ്ട്, ആരാരും അംഗീകരിക്കുന്ന വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ബഹ്ജ. അതിൽ നിന്ന് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബൈത്താക്കിയ ആരാണ് ഖാദി മുഹമ്മദ്. ഖാദി മുഹമ്മദിനെ ഇവിടെ പഠിച്ചാൽ ആർക്കും അതിനെ തള്ളപ്പെടാൻ കഴിയുകയില്ല. അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇവിടെ പോർച്ചുഗീസുകാർ ഇന്ത്യ ആക്രമിക്കുക എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ ചാലിയങ്കോട്ട, അന്ന് ചാലിയങ്കോട്ട സാമൂതിരി രാജാവിന്റെ കീഴിലും പിന്നെ കീഴിൽ വന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോ എല്ലാ പള്ളികളിലും ആ കാലഘട്ടത്തിൽ പള്ളി ഖതീബന്മാർക്ക് പ്രസംഗിക്കാനുള്ള പ്രസംഗ ശകലം എഴുതി കൊടുത്തിരുന്നത് മഹാനായ ഖാദി മുഹമ്മദ് നവ്വറല്ലാഹു മർകദ എന്ന് പറയുന്ന മഹാപണ്ഡിതനായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞത് ആരാരും അംഗീകരിച്ചിരുന്ന മഹാനായിരുന്നു മഹാനായ ഖാദി മുഹമ്മദ്. ആർക്കും തള്ളപ്പെടാൻ കഴിയുകയില്ല. അങ്ങനെ ആ ഖാദി മുഹമ്മദ് നവ്വറല്ലാഹു മർകദ അവരുടെ ചാലിയങ്കോട്ടയുമായി ബന്ധപ്പെട്ട് അവിടെ പിന്നെ ആ പോർച്ചുഗീസുകാരിൽ നിന്ന് നായർപ്പട സാമൂതിരി രാജാവിന്റെ കീഴിലുള്ള നായർപ്പട കീഴടക്കിയപ്പോ അവർക്കും ഫതുഹുൽ മുബീൻ എന്ന് പറയുന്ന ഇന്നും വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥം നമുക്ക് കാണാൻ സാധിക്കും. ആ ഗ്രന്ഥത്തെയൊക്കെ ലോകത്തിന് സമർപ്പിച്ച, പ്രത്യേകിച്ച് കേരളക്കരക്ക് അത്രത്തോളം ആർജവവും സ്വതന്ത്ര സമരത്തിൽ മുസ്ലിങ്ങൾ എന്തിനു വേണ്ടി പങ്കാളികളാകണമെന്ന് വരും തലമുറയുടെ തലച്ചോറുകളിൽ സന്നിവേശിപ്പിക്കാനുള്ള ഊർജ്ജമന്ത്രമായിരുന്നു ഫതുഹുൽ മുബീൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥം. ആ ഗ്രന്ഥം രചിച്ച ആരാരും അംഗീകരിക്കപ്പെട്ട മഹാനായ ഖാദി മുഹമ്മദ് രചിച്ച വിശ്വപ്രസിദ്ധമായ ഈരടികളാണ് മുഹിയുദ്ദീൻ ബൈത്തായി നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് മഹാനായ ആ ലോകം കണ്ട വലിയ ഖുത്ബുൽ അഖ്താബ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർ ജീവിച്ച വഴിയും അങ്ങനെയായിരുന്നു. എന്റെ മാതാവ് 100 വെള്ളിക്കാശ് നമുക്കൊക്കെ നമ്മുടെ പിതാക്കളും വല്യമ്മമാരൊക്കെ പറഞ്ഞു തന്ന ചരിത്രം തന്നെയാണ്. 100 വെള്ളിക്കാശ് കച്ചവട സംഘത്തോടൊപ്പം കടന്നു പോകുമ്പോ തന്റെ അടുക്കലുണ്ടെന്ന് കള്ളന്മാർ പിടിക്കപ്പെട്ടപ്പോ മറ്റുള്ളവർക്ക് കളവ് പറഞ്ഞു. വലിയ വലിയ ആളുകളാണ് അവരൊക്കെ കളവ് പറഞ്ഞപ്പോ മഹാനായ ഈ ബാലനായ മുഹിയുദ്ദീൻ ശൈഖ് ഖുത്ബുൽ അഖ്താബ് എന്റെ അടുക്കൽ എന്റെ ഉമ്മ എന്റെ പക്കൽ നിന്ന് 100 വെള്ളിക്കാശുണ്ടെന്ന് ഈരടികളിലെ നമ്മൾ പാടുന്നത് പോലെ അങ്ങനെ കള്ളന്മാരോട് സത്യം പറഞ്ഞു കൊടുത്ത ആ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ആ കള്ളന്മാർ അപ്പോൾ ചിന്തിക്കുകയാണ്, അല്ലാഹുവേ, ഒരു ഉമ്മയോട് ഈ പിഞ്ചുബാലൻ കരാർ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നിന്നോടുള്ള കരാർ ഞാൻ ഇന്നേ വരെ പൂർത്തിയാക്കിയിട്ടില്ലല്ലോ എന്ന് ആ കള്ളനായ മനുഷ്യൻ ഈ കുട്ടിയുടെ മുന്നിലിരുന്ന് ചിന്തിക്കുന്ന സന്ദർഭം. അതാണ് ഞാൻ പറഞ്ഞത്, ചിലരുടെ ജീവിതമാണ്. അവർ പുഞ്ചിരിച്ചാൽ അതുകൊണ്ട് മഹാനായ ഖുത്ബുൽ അഖ്താബ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ഒരു പ്രസംഗത്തിന് 5 ലക്ഷത്തോളം ആളുകൾ അത് ശ്രവിക്കാൻ വേണ്ടി വരുമെന്നായി. 5 ലക്ഷത്തോളം ആളുകൾ. അതൊന്നും അന്നത്തെ നയിക്കാണ്ടോ
ഇതുപോലെ എക്കോ സംവിധാനങ്ങളില്ല. പക്ഷേ അതാണ് അവരുടെ പ്രസംഗ പാഠമാണ്. അതിൽ എത്രയോ ആയിരക്കണക്കിന് നൂറുകണക്കിന് പേർ ബോധരഹിതരായി വീഴുമായിരുന്നു. ആ പ്രസംഗത്തിന്റെ ഇഖ്ലാസ്, തഖ്വ, അവരുടെ തനിമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ വഴിയിലായി ജീവിക്കാൻ ജീവിതാവസാനം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.